ഒടുവിൽ പോലീസ് കണ്ടെത്തി ഷൈനി മക്കളുമൊത്ത് ജീവനൊടുക്കുവാൻ കാരണം നോബിയുടെ ഫോൺ കോൾ. ഒടുവിൽ പോലീസ് ആ യാഥാർത്ഥ്യം കണ്ടെത്തി. ഏറ്റുമാനൂർ 101 കവലയ്ക്ക് സമീപം പാറോലിക്കൽ ഷൈനിയും 2 പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുവാൻ കാരണക്കാരൻ ഭർത്താവായ നോബി ലൂക്കോസ് ആണ് എന്ന്. ഷൈനിക്ക് കുടുംബ പ്രശ്നങ്ങൾ, ജോലി ലഭിക്കാത്തതിലുള്ള വിഷമം, സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള അവഗണന, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഷൈനിയെ മക്കളുമൊത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുവാൻ തക്ക അവസ്ഥയിലേക്ക് പെട്ടെന്ന് എത്തിച്ചത് ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരമായ മാനസിക പീഡനം മൂലമാണെന്ന് പോലീസ് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം കൊടുക്കരുതെന്ന് പോലീസ് കോടതിയെ ബോധിപ്പിച്ചു. നോബിക്ക് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പോലീസ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഷൈനിയുടെയും ഭർത്താവ് നോബി ലൂക്കോസിന്റെയും മൊബൈൽ ഫോണുകൾ സൈബർ വിദഗ്ധർ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഷൈനിയും മക്കളും മരിക്കുന്നതിന് തലേ ദിവസം ഇവർ തമ്മിൽ നടത്തിയ മൊബൈൽ സംഭാഷണങ്ങളും ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും വിശദമായി അപഗ്രഥിച്ച ശേഷം പോലീസ് ഇന്ന് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഷൈനിയെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടത് നോബിയുടെ തലേദിവസത്തെ ഫോൺ കോളുകൾ ആണെന്ന് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷൈനി മരിക്കുന്നതിന് തലേന്ന് നോബി ഫോണിൽ വിളിച്ച് സമ്മർദ്ദത്തിലാഴ്ത്തിയെന്നും ഇതാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. നീ നിന്റെ 2 മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും 2 മക്കളും ചാകണം. എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തൂടെ എന്നാണ് നോബി തലേദിവസം മൊബൈൽ ഫോണിലൂടെ ചോദിച്ചത്. അപ്രകാരം പ്രതി ആത്മഹത്യാ പ്രേരണ നടത്തിയതെന്നും പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ നോബി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഏറ്റുമാനൂർ പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിലാണ് ഏറ്റുമാനൂർ പോലീസ് കോടതിയിൽ ഇപ്രകാരം ഒരു റിപ്പോർട്ട് നൽകിയത്. ആത്മഹത്യ ചെയ്തതിന് തലേദിവസം രാത്രി 10:30-ക്കാണ് നോബി വാട്സാപ്പിൽ വിളിച്ച് പ്രകാരം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ജോലി കിട്ടാത്തതിലും വിവാഹമോചന കേസ് അനന്തമായി നീണ്ടുപോകുന്നതിലും ഷൈനി അതീവ ദുഃഖിതയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം ഞങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും സുഹൃത്തിനോട് ഷൈനി പറഞ്ഞിരുന്നു. നോബിക്കെതിരെ 2024-ൽ ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നുവെന്നും ഈ കേസിൽ നോബിയും നോബിയുടെ അമ്മയും പ്രതിയാണ് എന്ന വിവരം ആദ്യമായി പുറത്തുവിട്ടത് i2v ന്യൂസ് ആയിരുന്നു. ഇവർക്കെതിരെ 1046/2024 ക്രൈം നമ്പറായി FIR രജിസ്റ്റർ ചെയ്ത കേസിൽ IPC 498A, IPC 34 എന്നീ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും ആയതിൻ പ്രകാരം തൊടുപുഴ JFMC കോടതി 1-ൽ ട്രയൽ ആരംഭിച്ചിരുന്നു എന്നുമുള്ള വിവരം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ വിവരം പുറത്തു വന്നതിന് ശേഷമായിരുന്നു നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 174 വകുപ്പ് പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തി മാത്രമാണ് നോബിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തൊടുപുഴ കോടതിയിൽ ഗാർഹിക പീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എങ്കിലും ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ചുള്ള വകുപ്പ് നോബിയുടെ പേരിൽ ഇതുവരെ ചുമത്തിയിട്ടില്ല. മാത്രമല്ല, ഇതുവരെയായി നോബിയുടെ സഹോദരൻ ബോബി പാതിരിക്കെതിരെയോ നോബിയുടെ അമ്മയ്ക്കെതിരെയോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. 10ഉം 11ഉം വയസ്സുള്ള തന്റെ ചോരയിൽ പിറന്ന 2 പെൺകുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണക്കാരനാണ് പ്രതി. പണവും സ്വാധീനവും ഉള്ളതിനാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുവാനും തെളിവ് നശിപ്പിക്കുവാനും സാധ്യതയുണ്ട്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായതിനാൽ ജാമ്യം നൽകിയാൽ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ നിരാശയുണ്ടാകും. സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പോലും നോക്കാത്ത ക്രൂര മനസ്സുള്ള ആളാണ് പ്രതിയെന്നും പ്രതിക്ക് ജാമ്യം നിഷേധിച്ചാൽ സമൂഹത്തിൽ മറ്റു നോബിമാർക്ക് പാഠമാകുമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രതി ജാമ്യം കിട്ടിയാൽ വിദേശത്ത് ഒളിവിൽ പോകും. പിന്നീട് തിരികെ വരുവാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം 28-ാം തീയതിയായിരുന്നു ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. പള്ളിയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് ഷൈനിയും മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9 മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലായിരുന്നു ഷൈനിയും മക്കളും താമസിച്ചിരുന്നത്. ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ വിവാഹമോചന കേസും തൊടുപുഴ JFMC കോടതിയിൽ ഗാർഹിക പീഡന കേസും നടന്നു വരവെയാണ് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ. തുടക്കം മുതൽ നോബിയെ രക്ഷപ്പെടുത്തി കുറ്റം ഷൈനിയുടെ വീട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഞങ്ങൾ തൊടുപുഴ കോടതിയിൽ ഷൈനിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത ഗാർഹിക പീഡന കേസിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടതോടെയാണ് നോബിയുടെ കുരുക്ക് മുറുകി തുടങ്ങിയത്. തുടക്കം മുതലേ i2v ന്യൂസ് പറഞ്ഞതുപോലെ തന്നെ ഒടുവിൽ ഷൈനിയുടെ ഭർത്താവ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യപ്രതിയാകുകയും ചെയ്തു. അങ്ങനെ ഇനി എളുപ്പത്തിൽ നോബിക്ക് വെളിയിലിറങ്ങുവാൻ സാധിക്കില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തി കാര്യങ്ങൾ. ഷൈനിയുടെ മൊബൈൽ ഫോണിൽ നിന്നായിരുന്നു ഈ നിർണായകമായ തെളിവുകളെല്ലാം കിട്ടിയത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും യാഥാർത്ഥ്യം കണ്ടെത്തിയ പോലീസ് ഭർത്താവിനെതിരെ ഗാർഹിക പീഡന നിരോധന വകുപ്പ് കൂടി ചേർക്കുകയും ഷൈനിയുടെ മരണത്തിന് കാരണക്കാരായ
നോബിയുടെ അമ്മയെയും സഹോദരൻ പാതിരിയെയും കൂടി കൂട്ടുപ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം. എങ്കിലേ കേരള സമൂഹത്തിന് സമാധാനം കിട്ടും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.